ഇതെന്താണെന്നറിയോ? ഇഞ്ചിയല്ല കേട്ടോ, മാങ്ങാഞ്ചി. മാങ്ങാഞ്ചി എന്ന് പറഞ്ഞാൽ അറിയോ? കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും അല്ലേ. എന്നതാ ഇതാണ് നോക്കിക്കോ. മാങ്ങയുടെ മണം ഉണ്ടാവും, ഇഞ്ചിയുടെ മണം ഉണ്ടാവും, പിന്നെ മാങ്ങയുടെ പുളി ഉണ്ടാവില്ല, ഇഞ്ചിയുടെ ആ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോകും. ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഇരുന്ന് ചെയ്യണത്. കാണാൻ പറ്റണില്ലേ? അതെ, അതായത് ഈ മാങ്ങ ഇഞ്ചി കുരുകുരുന്ന് അരിഞ്ഞ് തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇത്രയേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാന്താരി മുളകാണ് കേട്ടോ. അതാ നോക്കി, ഞാൻ കാന്താരി മുളകും 2 പച്ചമുളകും എടുത്തോളൂ. ഭയങ്കര എരിവായിരിക്കും. കാന്താരി മുളകും കൂടി ഒന്ന് ചതച്ചിട്ടു, അപ്പോൾ അതും കൂടി ചേർത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് 2 നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇന്ന് മാങ്ങായിഞ്ചി സ്പെഷ്യൽ കറിയാണ്. എനിക്ക് മിണ്ടാൻ പറ്റണില്ല, ഇതിൻ്റെ ഈ വെള്ളം നാവിൽ എൻ്റെ വായിൽ വരികയാണ്. അങ്ങനെ അതും ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്ന്, അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്നോട്ടെ. അപ്പോൾ കുറച്ചും കൂടി ആ ഉപ്പൊക്കെ അതിൽ പിടിച്ച് വരണ്ടേ. എൻ്റെ വായിൽ ഇങ്ങനെ കപ്പൽ ഓടിക്കാട്ടോ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിടുങ്ങാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് സംഭവം എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും കേട്ടോ. ഇതൊക്കെ ചിലവർ വെറുതെ കളയും. കാരണം പണ്ട് തൊട്ടേ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിക്കണോളാം. ഒരു കുഴപ്പമില്ല, നല്ലതാണ്. കാന്താരി മുളക് ഇടുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പൂശി വെക്കുക. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഓരോ സ്പൂൺ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ അച്ചാറിന് പകരമോ അല്ലെങ്കിൽ ഒരു തൊടുകറിക്ക് പകരമോ ഒക്കെ ഇട്ട് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. ഞാൻ അടച്ച് വയ്ക്കാം, കുറച്ച് നേരം ഇരിക്കട്ടെ. ഇന്ന് കറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇതാണ്. അപ്പോൾ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.